നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന ഗതാഗത മാർഗമാണ് റെയിൽവേ. അടുത്ത മാസം 1 മുതൽ, അതായത് ജൂലൈ 1 മുതൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും യാത്രകൾ സുഗമമാക്കുന്നതിനും വേണ്ടിയാണ് റെയിൽവേ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത്. ഇനി മുതൽ റെയിൽവേ നിയമങ്ങൾ ലംഘിക്കുന്നവർ കനത്ത പിഴയായിരിക്കും നൽകേണ്ടി വരുന്നത്. ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്രകൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിക്കാതിരിക്കുക, സഹയാത്രികർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക തുടങ്ങി എല്ലാ നിയമലംഘനങ്ങൾക്കും ജൂലൈ 1 മുതൽ പൂട്ടുവീഴും. ഈ മാസം 19-ാം തീയതി പുറത്തിറങ്ങിയ റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രത്യേക ഗസ്റ്റ് വിജ്ഞാപന പ്രകാരം നിലവിലുള്ള നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ജനവിശ്വാസ ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നറിയാം. ഇനി മുതൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ പിഴ 500 രൂപയാണ്. മുമ്പ് 250 ആയിരുന്നു. മറ്റൊരാളുടെ ടിക്കറ്റോ പാസോ ഉപയോഗിച്ചാൽ 500 രൂപ പിഴ ഈടാക്കും. കൂടാതെ ടിക്കറ്റ് കണ്ടുകെട്ടുകയും ചെയ്യും. സ്ത്രീ യാത്രക്കാർക്കായി സംവരണം ചെയ്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാർ 2500 രൂപ പിഴ നൽകേണ്ടി വരും. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അനധികൃതമായി കച്ചവടം നടത്തുന്നവർക്കും പിഴ 2000 രൂപയാണ്. ആവർത്തിച്ചാൽ 5000 രൂപ ഈടാക്കും. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പുക വലിച്ചാൽ 2000 രൂപയാണ് പിഴ അടക്കേണ്ടി വരിക. റെയിൽവേ സ്റ്റേഷനുകളിൽ അപകടകരമായതോ നിരോധിച്ചതായ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും കുറഞ്ഞത് 10000 രൂപ പിഴയും 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കാം. തീരുമാനം പൂർണ്ണമായും കോടതിയുടേതായിരിക്കും. റെയിൽവേ ആക്ട് 1989 സെക്ഷൻ 67, 154, 164, 165 എന്നിവ പ്രകാരം ട്രെയിനുകളിൽ എളുപ്പത്തിൽ തീപിടിക്കുന്നതോ സ്ഫോടക വസ്തുക്കളോ ആയ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. 2026 ജൻവിശ്വാസ് ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സെക്ഷൻ 165 കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങൾക്ക്, അതായത് റെയിൽവേ വഴി കൊണ്ടുപോകുന്നതിനായി ആക്ഷേപകരമായ നിരോധിതമോ ആയ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനോ കൈമാറുന്നതിനോ ആണ് കുറഞ്ഞത് 10000 രൂപ പിഴ നിശ്ചയിച്ചിട്ടുള്ളത്. കൂടുതൽ റെയിൽവേക്ക് ഉണ്ടാകുന്ന ഏതൊരു നഷ്ടത്തിനും നാശനഷ്ടത്തിനും ബന്ധപ്പെട്ട വ്യക്തി ഉത്തരവാദിയായിരിക്കും. പിഴ അടയ്ക്കാൻ വിസമ്മതിക്കുന്ന പക്ഷം 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ കുറഞ്ഞത് 10000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാനുള്ള വ്യവസ്ഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം യാത്രാ കോച്ചുകളിൽ സ്റ്റൗ, ഗ്യാസ് സിലിണ്ടർ, മണ്ണെണ്ണ, പെട്രോൾ, പടക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ, തീപ്പെട്ടി, സിഗരറ്റ് തുടങ്ങിയവ എളുപ്പത്തിൽ തീപിടിക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ് ട്രെയിനിനുള്ളിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ. പൊതുജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന റെയിൽവേ പരമാവധി കുറ്റമറ്റമാക്കുന്നതിനാണ് പുതിയ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി നീണ്ട കോടതി നടപടികൾക്ക് പകരം അപ്പോൾ തന്നെ പിഴ ചുമത്താനും റെയിൽവേ അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം വമ്പൻ മാറ്റങ്ങളും റെയിൽവേ കൊണ്ടുവരുന്നുണ്ട്. ഓണക്കാലത്ത് രാജ്യത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോകാൻ ഇപ്പോൾ ട്രെയിനിൽ സബ്സിഡിയോടെ എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഭാരത് ഗൗർ ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായാണ് സ്പെഷ്യൽ ടൂറിസ്റ്റ് ട്രെയിൻ സർവീസ് ഒരുക്കുന്നത്. ഓഗസ്റ്റ് 20 ആരംഭിക്കുന്ന യാത്ര 11 ദിവസം നീണ്ടു നിൽക്കും. ഡൽഹി, ആഗ്ര, ജയ്പൂർ, അമൃത്സർ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഗോവ എന്നിവിടങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങൾ സന്ദർശിക്കാം. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കായംകുളം, കോട്ടയം, എറണാകുളം ടൗൺ, തൃശൂർ, ഒറ്റപ്പാലം, പാലക്കാട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലും സ്റ്റോപ്പുണ്ടാകും. സ്വകാര്യ മേഖലയിൽ ആദ്യ സേവനദാതാവായ സൗത്ത് സ്റ്റാർ റെയിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള ടൂർ ഓപ്പറേറ്ററായ ടൂർ ടൈംസുമായി സഹകരിച്ചാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ 33% സബ്സിഡിയോടെയാണ് യാത്രാ പാക്കേജ്. യാത്രക്കാർക്കായി PA സംവിധാനം, പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥർ, ടൂർ മാനേജർമാർ എന്നിവരുടെ സേവനമുണ്ടാകും. ബുക്കിംഗിനായി 73058585 എന്ന നമ്പറിലോ അല്ലെങ്കിൽ www.touristtimes.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടാം. ടിക്കറ്റ് നിരക്ക് സ്ലീപ്പർ ക്ലാസ് 28,750, തേർഡ് AC 39,950, സെക്കൻഡ് AC 49,950, ഫസ്റ്റ് AC 58,950. ഇൻഷുറൻസ്, ഹോട്ടൽ, താമസം, ഭക്ഷണം എന്നിവ പാക്കേജിൽ ഉൾപ്പെടുന്നു. യാത്രക്കാർക്ക് LTC, LFC സൗകര്യവും ലഭിക്കും.